നമ്മുടെ ആദരണീയരായ അച്ഛന്മാർ, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരുമേ, നിങ്ങൾക്ക് എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് നമ്മുടെ കലാസന്ധ്യയുടെ 3-ാമത്തെ എഡിഷനാണ്. അത് ജൂബിലി വർഷമായതുകൊണ്ട് അതിന് നിറക്കൂട്ട് എന്ന പേര് നൽകി നമ്മൾ ഇന്ന് ആഘോഷിക്കുകയാണ്. ഈ ജൂബിലി വർഷത്തിൽ എന്താണ് ഒരു ജൂബിലി ആഘോഷത്തിൻ്റെ ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു പർപ്പസ് അല്ലെങ്കിൽ ഒരു ആവശ്യം? ഈ ഒരു വർഷക്കാലം എന്ന് പറയുന്നത് നമ്മളുടെ പ്രൗഢിയും നമ്മളുടെ ചരിത്രവുമൊക്കെ എല്ലായിടത്തും വിളിച്ചോതുക എന്നുള്ളതല്ല നമ്മുടെ പ്രാഥമികമായ പർപ്പസ്. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രൊജക്റ്റുകൾ, നമ്മൾ ചെയ്യുന്ന ചാരിറ്റബിൾ ഇവന്റുകൾ, അതിന് പബ്ലിസിറ്റി നൽകുക, അതിന് പരസ്യം ചെയ്യുക, ഇതുമല്ല നമ്മുടെ പ്രാഥമികമായ പർപ്പസ്. ഒരു ജൂബിലി ആഘോഷം എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നിട്ട ആ കാലഘട്ടത്തെ നമ്മൾ കൃത്യമായി വിശകലനം ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ അതിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. കഴിഞ്ഞ 1.25 നൂറ്റാണ്ടിൽ നമ്മൾ എന്തൊക്കെ നമുക്ക് ചെയ്യുവാനായി സാധിച്ചു, നമ്മൾ വന്ന വഴികൾ എന്താണ്, നമ്മൾ എവിടെ നിന്ന് തുടങ്ങി, ഇന്ന് നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു, ഈ ഒരു കാര്യത്തെ കൃത്യമായി വിശകലനം ചെയ്ത് മുൻപോട്ടുള്ള നമ്മളുടെ ഒരു ദിശ അതെന്താണ് എന്ന് നിശ്ചയിക്കുക എന്നതാണ് ഈ ഒരു വർഷത്തിൻ്റെ പ്രധാന ഉദ്ദേശം. ആ ഒരു രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ചെയ്ത പ്രവൃത്തികളെ മാത്രമല്ല, നമ്മൾ പല കാര്യങ്ങൾ ഈ 1.25 നൂറ്റാണ്ടിൽ ചെയ്തു. നമ്മൾ പള്ളി പണിതു, നമ്മളുടെ വരുമാനം ഉണ്ടാക്കുവാൻ നമ്മൾ പല കാര്യങ്ങൾ ചെയ്തു. എന്നാൽ അതിലേക്ക് ചുരുക്കുവാനല്ല, അല്ലെങ്കിൽ നമ്മൾ ചെയ്ത എന്തെങ്കിലും ചാരിറ്റബിൾ പ്രൊജക്ട്സ് അതിലേക്ക് ചുരുക്കുവാനല്ല. ഇതൊക്കെ ആവശ്യമായിരുന്നു, ഇതൊക്കെ അതാത് കാലങ്ങളിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്നതുമായിരുന്നു. എന്നാൽ അതിനേക്കാൾ ഉപരി നമ്മളൊരു സമൂഹം എന്ന നിലയിൽ എവിടെ നിന്ന് തുടങ്ങി ഇന്ന് എവിടെ എത്തിയിരിക്കുന്നു, കാലം നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു. നമ്മൾ ഈ ഇടവക ആരംഭിക്കുന്ന കാലത്ത് ഞാൻ വിശ്വസിക്കുന്നു ഒരു പരിധി വരെയെങ്കിലും നമ്മുടെ ഇടവകാംഗങ്ങൾ എല്ലാവരും ലോക്കലി അവൈലബിൾ ആയിട്ടുള്ളവരായിരുന്നു. ഇവിടെ ഒന്നുകിൽ കൃഷി ചെയ്യുന്നവരായിരുന്നിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും കച്ചവടം ചെയ്യുന്നവരായിരുന്നിരിക്കാം, അല്ലെങ്കിൽ ജോലി ചെയ്യുന്നവരായിരിക്കാം. പക്ഷെ എല്ലാവരും ഈ കോട്ടയം പട്ടണത്തിൽ നമ്മുടെ പള്ളിയോട് ചുറ്റിപ്പറ്റി ഉണ്ടായിരുന്നവരാണ്. അവരുടെ ജീവിത ശൈലി, രാവിലെ എഴുന്നേറ്റ് അവരുടെ തൊഴിൽ ഏതുവാണേലും അത് കഴിഞ്ഞാൽ വൈകുന്നേരം കൃത്യമായി വീട്ടിലെത്തുന്ന ഒരു ശൈലിയുള്ളവരായിരുന്നിരിക്കണം. കൃത്യമായി കുടുംബത്തോടൊപ്പം അവർക്ക് സമയം ചെലവഴിക്കാൻ ഉണ്ടായിരുന്നിരിക്കണം. ഞായറാഴ്ച എന്ന ദിവസം മുഴുവനായി പള്ളിക്ക് വേണ്ടിയും ആരാധനയ്ക്ക് വേണ്ടിയും കർത്താവിന് വേണ്ടിയും മാറ്റിവെക്കാൻ സാധിച്ചിരുന്നവരായിരിക്കണം. എന്നാൽ ഇന്നത്തെ കാലഘട്ടം ഒത്തിരി മാറിയിരിക്കുന്നു. വളരെ വേഗതയേറിയ ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആൾക്കാരും അവരുടെ തൊഴിലുകളും പോലും ഒത്തിരി വ്യത്യസ്തമായിരിക്കുന്നു. എത്രയോ പേര് നമ്മളുടെ ഇടവകാംഗങ്ങൾ എറണാകുളത്തും തിരുവനന്തപുരത്തും ഒക്കെ ജോലി ചെയ്യുന്നവർ ശനിയാഴ്ച ദിവസം വൈകുന്നേരം വന്ന് ഞായറാഴ്ച രാവിലെ കുർബാന കൊണ്ട് തിരിച്ച് ഉച്ച കഴിയുമ്പോൾ വീണ്ടും അവരുടെ ജോലിയിലേക്ക് തിരികെ പോവുകയാണ്. അല്ലെങ്കിൽ അവർക്ക് ആ ഞായറാഴ്ച ദിവസവും പള്ളിക്ക് ശേഷം വർക്ക് ഫ്രം ഹോം ഒക്കെ ആയിട്ട് ചെയ്യുവാനായി അവരുടെ ജോലിയുടെ ബാക്കിയുണ്ട്. ഇതിനിടയിൽ ഓരോ കാര്യത്തിനും സമയം കണ്ടെത്താൻ അവർക്ക് കഴിയുന്നില്ല. വളരെ വേഗതയാണ് എല്ലാ കാര്യങ്ങൾക്കും. നമ്മൾ മൊബൈലിൽ അല്ലെങ്കിൽ ഈ ഫിംഗർ ടിപ്പിൽ എല്ലാം കിട്ടുമ്പോൾ എല്ലാ കാര്യങ്ങൾക്കും വേഗതയേറുകയാണ്. എന്തിനേറെ പറയുന്നു, നമ്മുടെ കുർബാന മധ്യയുള്ള പ്രസംഗങ്ങൾക്ക് ഒരു 5 മിനിറ്റ് ദൈർഘ്യമേറിയാൽ പോലും നമുക്ക് വളരെ അസഹിഷ്ണുതയാണ്. അച്ഛന്മാർ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടാണ്, പ്രയാസപ്പെട്ടിട്ടാണ് ഭംഗിയായി അരമണിക്കൂറൊക്കെ നീണ്ട പ്രസംഗങ്ങൾ പ്രിപ്പയർ ചെയ്ത് വരിക എന്ന് അവരോട് ചോദിച്ചാൽ അറിയാം. പക്ഷെ നമുക്ക് 5 മിനിറ്റുള്ള പ്രസംഗങ്ങൾ മതി, നമുക്ക് കൃത്യമായ പോയിന്റുകൾ മതി. കുറ്റം പറയാൻ പറ്റത്തില്ല. അപ്പയും മമ്മിയൊക്കെ പണ്ട് ഞാൻ പഠിക്കുന്ന കാലത്ത് എന്നോട് പറയുമായിരുന്നു, തിയറി പേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നമ്മൾ വിശാലമായി എഴുതണം, പേപ്പറുകളുടെ എണ്ണവും കനവും ഒക്കെ നോക്കിയാണ് മാർക്ക് ഇടുന്നത്. പക്ഷെ നമ്മളെ സ്കൂളിൽ ആ കാലഘട്ടത്തിൽ പഠിപ്പിക്കാൻ തുടങ്ങിയത് മറ്റൊരു രീതിയിലാണ്. പോയിന്റുകൾ എഴുതുക, നിങ്ങൾ പോയിന്റ് മാത്രം എഴുതിയാൽ മതി, നിങ്ങൾ വിശാലമായി എഴുതി അതിനെ ദീർഘിപ്പിക്കുന്നതിൽ അർത്ഥമില്ല, പോയിന്റുകൾക്ക് മാത്രമേ മാർക്കുള്ളൂ. നമ്മളിന്ന് കുട്ടികളെ പോലും പഠിപ്പിക്കുന്നതെല്ലാം അതാണ്. കൃത്യമായ പോയിന്റുകൾ പഠിക്കുക, കൃത്യമായ പോയിന്റുകൾ മാത്രം എഴുതുക. നാച്ചുറലി അവരെല്ലായിടത്തും ചെല്ലുമ്പോഴും അവർക്ക് ആ രീതിയിൽ കൃത്യമായ പോയിന്റുകൾ നൽകിയാൽ മതി. അതിന് കഥകൾ വേണ്ട, അതിനൊരു ആമുഖം വേണ്ട, അതിനൊരു ഉപസംഹാരം വേണ്ട. ഇപ്പൊ ലോകത്തിന്റെ വേഗത വളരെ വലുതാണ്. എല്ലാ കാര്യങ്ങളും അതിനോടൊപ്പം മാറണം. ഒരു ഇടവക എന്ന രീതിയിലുള്ള നമ്മളുടെ പ്രവർത്തനങ്ങളും ആ രീതിയിൽ മാറണം. സഭ ഈ 125 കൊല്ലങ്ങൾക്കും അതിനു മുൻപ് നവീകരണം വളരെ ശക്തമായി വന്നപ്പോൾ ഒത്തിരി മാറ്റങ്ങൾ മലങ്കര സഭയിൽ വന്നു. കാലോചിതമായ മാറ്റങ്ങൾ ഇന്നും നടന്നുകൊണ്ടേയിരിക്കുന്നു. അതുപോലെയുള്ള മാറ്റങ്ങൾ എല്ലാ ഇടങ്ങളിലും വരണം. അതുപോലെ ഒന്നാണ് ഈ കലാസന്ധ്യയുടെയൊക്കെ പ്രസക്തി വർദ്ധിക്കുന്നത് അവിടെയാണ്.
ഒരു ഇടവകയായി നമുക്ക് ചേർന്ന് വരുവാൻ, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആ ഒരു സഹോദര സ്നേഹം വർദ്ധിക്കുവാൻ, നമ്മൾ തമ്മിൽ ഒന്നുകിലേലും അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന് സംസാരിക്കുവാനെങ്കിലുമുള്ള ഒരു സമയം ലഭിക്കണം. അതിനാണ് ഈ കലാസന്ധ്യ പോലുള്ള വേദികൾ. അറ്റ്ലീസ്റ്റ് ഒരു എന്റർടൈൻമെന്റ് പ്രോഗ്രാം ആകുമ്പോൾ എല്ലാവരും സന്തോഷത്തോടെ വരും. പള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രമമായി നടക്കുന്ന ഒരു കാര്യത്തിനപ്പുറത്തേക്ക് ഇതൊരു സ്നേഹത്തിന്റെ സ്ഥലമാണ്, ഇതൊരു സന്തോഷത്തിന്റെ സ്ഥലമാണ് എന്ന് നമുക്ക് തന്നെ നമ്മളെ മനസ്സിലാക്കിക്കുവാൻ ഇങ്ങനെയുള്ള ഇവന്റുകൾ കാരണമാണ്. അതാണ് ഈ കലാസന്ധ്യ പോലുള്ള എല്ലാ പ്രോഗ്രാമുകളുടെയും പ്രസക്തി എന്ന് പറയുന്നത്. നമ്മൾ ഈ ജൂബിലി വർഷം ആഘോഷിക്കുമ്പോൾ എല്ലാവരും ഇത് ഓർക്കണം. നമ്മളുടെ പാസ്റ്റിനെ നമ്മൾ കൃത്യമായി വിശകലനം ചെയ്യുവാൻ, ഇതുപോലെയുള്ള പല കാര്യങ്ങളും നമുക്ക് മുൻപോട്ടുള്ള നമ്മുടെ പ്രവർത്തനങ്ങളിൽ പുതിയ പുതിയ ഐഡിയകളായി കൊണ്ടുവരുവാൻ സാധിക്കും. ഒരു ഇടവക എന്ന നിലയിൽ നമുക്ക് കൂടുതൽ ജീവൻ ഉണ്ടാകുവാൻ, കൂടുതൽ ലൈവായി മാറുവാൻ നമ്മളെ സഹായിക്കുന്ന പല കാര്യങ്ങളും ഈ ജൂബിലി വർഷം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം മുൻപോട്ടുള്ള നമ്മളുടെ പ്രവർത്തനങ്ങൾ. ഞാൻ ഒത്തിരി ദീർഘിപ്പിക്കുന്നില്ല, ഞാൻ എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യത്തിലേക്ക് കടന്നുകൊള്ളട്ടെ. ഇന്ന് ഈ കലാസന്ധ്യയിൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടത് ഇന്ന് പ്രോഗ്രാം അവതരിപ്പിച്ച പ്രിയ സംഘടനകളും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാ പങ്കെടുക്കുന്നവരുമാണ്. അവരോട്, അല്ലെങ്കിൽ അവരുടെ ആ കഷ്ടപ്പാടിനോട് ഏറ്റവും സ്നേഹത്തോടു കൂടി തന്നെ ഇടവകയുടെയും ഈ കമ്മിറ്റികളുടെയും പേരിലുള്ള നന്ദി അറിയിച്ചു കൊള്ളട്ടെ. ഈ പരിപാടികൾക്ക് പിന്നണിയിൽ പ്രവർത്തിച്ച എല്ലാവരും, പ്രത്യേകിച്ച് EV ഫിലിപ്സ്, അദ്ദേഹത്തിൻ്റെ വലിയ കോൺട്രിബ്യൂഷൻ ഈ ഡ്രാമ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. പ്രിയ സാറിനോടും മറ്റെല്ലാ പിന്നണി പ്രവർത്തകരോടുമുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്ന് നമ്മുടെ ഇവന്റ് കോമ്പയർ ചെയ്യുന്ന ശ്രീ ഉമ്മൻ തോമസ് ആൻഡ് ശ്രീമതി ജൂനി ചെറിയാൻ ഏറ്റവും ഭംഗിയായി അവരുടെ ഉത്തരവാദിത്തം അവർ നിർവഹിക്കുന്നു. അവരോടും പ്രത്യേകമായ നന്ദി പറയുന്നു. ഇന്ന് നമ്മുടെ സ്റ്റേജ് അറേഞ്ച്മെന്റിനെല്ലാം സഹായിച്ച മണിയൻ ചേട്ടനും ടീമും, അതേപോലെ തന്നെ നമ്മുടെ ലൈറ്റ് ആൻഡ് സൗണ്ട്സ് അറേഞ്ച് ചെയ്ത സാബു സൗണ്ട്സ്, ഇന്ന് നമ്മുടെ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ടീം, അവരോടെല്ലാവരോടും ഇടവകയുടെ പേരിലും കമ്മിറ്റികളുടെ പേരിലുമുള്ള നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാമിന്റെ ക്രമീകരണത്തിന് നേതൃത്വം നൽകിയിട്ടുള്ളത് നമ്മുടെ ടാലന്റ് നൈറ്റ് കമ്മിറ്റിയാണ്. ആ കമ്മിറ്റിക്ക് നേതൃത്വം നൽകുന്ന നമ്മുടെ പ്രിയ അച്ഛന്മാര് കെ എബ്രാം അച്ഛൻ, റെനി ഫിലിപ്പ് അച്ഛൻ, അവരുടെ നേതൃത്വവും അവരുടെ ഐഡിയയുമാണ് നമ്മളുടെ എല്ലാ പരിപാടികളെയും മുന്നോട്ട് നയിക്കുന്നത്. പ്രിയ അച്ഛന്മാരോട് ഔപചാരികതയുടെ പേരിലാണെങ്കിൽ പോലും ഞാൻ പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. ടാലന്റ് നൈറ്റ് കമ്മിറ്റിയുടെ കൺവീനർ ശ്രീ അലക്സാണ്ടർ വർഗീസ്, അലക്സങ്കിള് വളരെ കഷ്ടപ്പെട്ട് ഓരോ കാര്യങ്ങളും ഓർഗനൈസ് ചെയ്യുവാനും കോർഡിനേറ്റ് ചെയ്യുവാനും ഇതിന്റെ പുറകെ തന്നെയുണ്ട്. അലക്സങ്കിളിനോടും പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച മറ്റെല്ലാവരോടും പ്രത്യേകമായി ശ്രീ ജേക്കബ് പി ചെറിയാൻ ഒത്തിരി എഫേർട്ട് എടുത്ത് പല ഇവന്റുകളുടെയും പുറകെ ഓടി നടന്നിട്ടുണ്ട്. അദ്ദേഹത്തോടുള്ള ഏറ്റവും സ്നേഹത്തോടെയുള്ള നന്ദി അറിയിക്കുന്നു. നമ്മുടെ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ, അതേപോലെ ശതോത്തര രജത ജൂബിലിയുടെ ജനറൽ കൺവീനർ, മറ്റ് ഇടവകയുടെ ഭാരവാഹികൾ, കമ്മിറ്റി അംഗങ്ങൾ, ഫുഡ് കമ്മിറ്റി അതിൻ്റെ കൺവീനർ, അതേപോലെ ഇന്നത്തെ നമ്മളുടെ സ്നേഹവിരുന്നിൻ്റെ ഫുഡ് അറേഞ്ച് ചെയ്യുന്ന കേറ്ററിംഗ് ടീം റിച്ച് ഗ്രേറ്റ്, മറ്റ് സഹായിച്ച എല്ലാവരോടുമുള്ള നന്ദി ഞാനിപ്പോൾ രേഖപ്പെടുത്തുന്നു. ഒരു പ്രോഗ്രാമിൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് അതിൻ്റെ ഓഡിയൻസാണ്. ഇന്ന് ഇതിൻ്റെ ശ്രോതാക്കളായി, ഇത് കാണുവാനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരോടും ഒരിക്കൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. പ്രിയമുള്ളവരെ, ഇനിയും ഈ 3 ബോക്സുകളിലായിട്ടാണ്. ഇതിനകത്ത് 0 to 3, ബാക്കി 0 to 9, 0 to 9. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കൂപ്പണുകൾ എടുത്ത് നോക്കുക. 3 നമ്പറാണ് അതിനുള്ളത്. ഓരോരോ നമ്പറുകൾ അനൗൺസ് ചെയ്യും. അപ്പോൾ അത് നിങ്ങളുടെ നമ്പറുമായിട്ട് ഒക്കുന്നുണ്ടോ എന്ന് നോക്കുക. സ്പോട്ടിൽ നിങ്ങൾ അവൈലബിൾ കൂപ്പൺ പ്രസൻറ്റ് ചെയ്താൽ ഇപ്പോൾ സമ്മാനം കിട്ടും. കൂപ്പൺ ഇല്ലെങ്കിൽ അടുത്ത ആൾക്ക് സമ്മാനം കൊടുക്കും. ഓക്കെ, ആരെങ്കിലും ഒരാൾ വന്നാട്ടെ കൂപ്പൺ എടുക്കാനായിട്ട്. എയ്ഡൻ വാ. ഓക്കെ. അടുത്ത ഒരാളോടോ. യെസ്, ഫസ്റ്റ് നമ്പർ 2. Second number 1. Yeah, and last number
ടു വണ്ണുകാരെല്ലാം കൈ ഉയർത്തി കാണിച്ചേ. 2 വണ്ണുകാർ ആരൊക്കെയുണ്ട്? 215 ഇവിടെ ഉണ്ടോ? 215 ഉണ്ടോ? 215 ഉണ്ടെങ്കിൽ മുമ്പോട്ട് വരാം. 1 10 വരെ എണ്ണുന്നതിനുള്ളിൽ വരാം. യെസ്, കൈയടിച്ചാട്ടെ. 215. പെട്ടെന്ന് കൂപ്പണുമായിട്ട് വരിക. 215 കൂപ്പണുമായിട്ട് വരിക. പേരെന്താ? പേര് തോമസ്. കൈയടിച്ചാട്ട. ഇനിയും എക്സൈറ്റിംഗ് ആയിട്ടുള്ള സമ്മാനങ്ങളുണ്ട്. അടുത്ത നമ്പർ എടുക്കുകയാണ്. സോറി, നമ്പർ യെസ്. അടുത്ത വാ, ഓർമ്മ ഇതിനകത്ത് പറഞ്ഞ അടുത്ത്. ഫസ്റ്റ് നമ്പർ 1 കിട്ടിയ ഒരു കൈ നോക്കിയാട്ടെ. 1 ഓക്കെ. യെസ്, സെക്കൻഡ് നമ്പർ again 1 ലാസ്റ്റ് നമ്പർ. 116. Yes. പ്രിയങ്ക. ഓക്കെ, കൊടുത്തു. കൂപ്പണം കൊടുത്തരും. യെസ്, ഇനിയും സമ്മാനങ്ങളുണ്ട്. ഇപ്പോൾ എടുക്കും. ഒരു സമ്മാനം കൂടെ. again 1. രണ്ടാമത്തെ നമ്പർ ഒന്നുകൂടെ എടുത്തു. 19 കൈവക്കുകയായിട്ട്. 19 ഓർമ്മ എടുത്തോ. 197 വന്നോ. യെസ്. ഇവാനിയക്ക് സമ്മാനം കൊടുക്കും. യെസ്, ഓക്കെ. താങ്ക് യു. പറയട്ടെ